ഹലോ, ഈ കളിക്കുടുക്കലെ കണ്ടിട്ടില്ലേ? ഒളിച്ചിരിക്കുന്ന ആളെ കണ്ടുപിടിക്കാനുള്ളത് ഏതിൻ്റെങ്കിലൊക്കെ മറിഞ്ഞിരിക്കുന്ന ആളെ കളർ കൊടുത്തിട്ടോ ഷെയ്ഡ് ചെയ്തിട്ടൊക്കെ കണ്ടുപിടിക്കാൻ പറയുന്നത് പോലെ ഈ കുടത്തിൽ ഒളിച്ചിരിക്കുന്ന വേറൊരു വിരുദ്ധനെ നമുക്കൊന്ന് പുറത്തേക്ക് എടുത്താലോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനിതാ ഇത് ഉപയോഗിച്ച് കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മളിതാ ഈ കുടത്തിൻ്റെ അടിഭാഗം ഉപയോഗിച്ചിട്ട് വേറൊരു ക്രാഫ്റ്റ് ഞാൻ ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ ഇതാ അതിൻ്റെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഈ ഒരു അടിയിലത്തെ കഷ്ണം ഉപയോഗിച്ചിട്ട് അതിനെന്താ കുറച്ച് ഇതുപോലെ കുന്നുമലയൊക്കെ ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കുന്നുമലകളൊക്കെ ഇത് കത്രിക ഉപയോഗിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഇതുപോലൊരു ഷേപ്പിൽ നമുക്ക് ഈ കുടത്തിൻ്റെ അടിഭാഗം കിട്ടും. നല്ല ഒരു പൂത്താലിക പോലെ ഇല്ലേ കാണാൻ, ആ സാധനം തന്നെയാട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി നമുക്കൊരു പിടിക്കാനൊരു കൈപ്പിടി വേണമല്ലേ. അപ്പോൾ ഞാൻ കൊതുക് ബാറ്റിൻ്റെ ഏതോ ഒരു ഭാഗമാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ എടുത്ത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാൻ പോവുകയാണ്. രണ്ട് സൈഡും ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഫിക്സ് ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് പ്ലാസ്റ്റിക്കും അങ്ങനെ കൂട്ടായിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കണം കുറച്ച് ഉറപ്പിന് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ആസ് യൂഷ്വൽ പരിപാടീസ് കുറച്ച് ആ കുന്നുമലയൊക്കെ ഒന്ന് കളർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത്രയായപ്പോൾ നമ്മുടെ പൂത്താലിക റെഡി ആയിട്ടുണ്ട്. പൂത്താലിക മീൻസ് നമ്മൾ ഓണത്തിനോ അല്ലെങ്കിൽ വല്ല വിശേഷങ്ങൾക്കൊക്കെ കുറച്ച് പൂക്കളൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഒന്ന് ഷൈൻ ചെയ്യാൻ എടുക്കത്തില്ല, അങ്ങനെ വല്ല ഫോട്ടോഷൂട്ടിനോ അങ്ങനെയൊക്കെ പറ്റിയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഈ കയ്യിലുള്ള ഫ്ലവേഴ്സ് ജസ്റ്റ് ഒന്ന് ഷോ കാണിക്കാൻ വേണ്ടി വെച്ചത് മാത്രമാണ്. ഇതില്ലെങ്കിലും ഇത് അടിപൊളിയാണ്. അങ്ങനെ ആ പൊട്ടിപ്പോയ കുടം ഇപ്പോൾ അടിപൊളി ലുക്കിലായിട്ട് ഇതുപോലെ വീടിൻ്റെ ഷോക്കേസിലിരിക്കും. അപ്പോൾ ഇതിൽ നമുക്കിത് ഒറിജിനൽ ഫ്ലവേഴ്സോ അതല്ലെങ്കിൽ ഇതുപോലെ പ്ലാസ്റ്റിക് ഫ്ലവേഴ്സ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ കുടവും വെട്ടി കൊട്ടയാക്കി ഇതുപോലെ ഫ്ലവേഴ്സൊക്കെ വെച്ച് കഴിഞ്ഞു. ഇനി എന്താ മടിക്കണം? ഇതൊക്കെ കണ്ട സ്ഥിതിക്ക് ഒരു കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്തൂടെ. ഇനി ഈ വീഡിയോ സക്സസ് ആയ സ്ഥിതിക്ക് അടുത്ത വല്ല പൊട്ടി ഐറ്റംസ് ഉണ്ടോ നോക്കട്ടെ. ഇനി കുടം എന്തായാലും കിട്ടാനില്ല, വേറെ എന്തെങ്കിലും പൊട്ടി ഐറ്റംസ് കിട്ടാതിരിക്കില്ല. നമ്മൾ തപ്പിക്കഴിഞ്ഞാൽ വീട്ടിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് കാണും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.